എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി നാളെ വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്കകം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നേരത്തെ പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയങ്ങൾക്ക് ആദ്യത്തെ 3 സ്റ്റെപ്പ് ഇപ്പോഴും പിന്നീട് ബാക്കി അഞ്ചാമത്തെ, അതായത് 4ഉം 5ഉം സ്റ്റെപ്പ് പിന്നീട് 24-നുള്ളിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ വൈകിട്ട് 5 മണിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു 5 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് മുൻകൂട്ടിയിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ 5 സ്റ്റെപ്പുകളും നാളെ വൈകുന്നേരം 5 മണിക്കകം കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങളോട് ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ വൈകിട്ട് 5 മണിക്കകം ഈ ഒരു സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഫിൽ ആപ്ലിക്കേഷൻ, അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യൽ, അതുപോലെ അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ്. അതായത് ടോട്ടൽ 5 സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്തുള്ള ആ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്, അതായത് നാളെ വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് നാറ്റിവിറ്റി എന്നിങ്ങനെയുള്ള ഈ ഒരു 3 സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണിക്കകം ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ പ്രൂഫ് ഓഫ് നാറ്റിവിറ്റി. കാരണം പല വിദ്യാർത്ഥികളും നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ നാറ്റിവിറ്റി, അതായത് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അതായത് പ്ലേസ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ ജനന സ്ഥലം കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ, അതായത് ജനിച്ച സ്ഥലം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 സർട്ടിഫിക്കറ്റും നാളെ വൈകിട്ട് 5 മണിക്കകം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ 24-ാം തീയതി വരെ നിങ്ങൾക്ക് മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 സ്റ്റെപ്പുകളും വിദ്യാർത്ഥികൾ നാളെ വൈകിട്ട് 5 മണിക്കകം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പിന്നീട് നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഇന്ന് റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകും, അതായത് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിന്നുള്ള ആ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക. ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, നോൺ ക്രിമിനൽ, അതുപോലെ ഇൻ്റർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാതെ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു റിസർവേഷൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു റിസർവേഷൻ കിട്ടുന്നതിനായിട്ട് പിന്നീട് നിങ്ങളുടെ ഈ ഒരു 5 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്ത ശേഷം, അതായത് SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഈ ഒരു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് എടുത്ത ശേഷം ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് 4 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ബാക്കിയുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വ്യൂ ഓർ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക്, അതായത്
ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വ്യൂ ഓർ അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിന് ശേഷം നിങ്ങൾക്ക് പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് എൻജിനീയറിംഗ് എൻട്രൻസ് അതായത് ഈ ഒരു കീം വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു കീം വഴി പ്രവേശനം ലഭിക്കുന്നത് എൻജിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി എന്നിവയിലും, അതായത് ഈ ഒരു എൻജിനീയറിങ്ങും ഫാർമസി ഇങ്ങനെയുള്ള 2 കോഴ്സുകളിലേക്കുള്ള പ്രവേശനമാണ് ഈ ഒരു കീം എക്സാം വഴി നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുണ്ട്. അപ്പോൾ മെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ MBBS, ഹോമിയോ, അതുപോലെ തന്നെ BDS, സിദ്ധ, ആയുർവേദ, യുനാനി എന്നിങ്ങനെയുള്ള 6 കോഴ്സുകളാണ് ഈ ഒരു മെഡിക്കൽ കോഴ്സിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, അതുപോലെ ഫിഷറീസ്, BTech ബയോടെക്നോളജി, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ വെറ്റിനറി, എൻവയോൺമെൻറ്റ് സയൻസ് എന്നിവയാണ്. അതുപോലെ തന്നെ ഈ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സ് നിങ്ങൾ നാറ്റ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു MBBSഉം അതുപോലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് എക്സാമും ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടതാണ്. BPharm, എഞ്ചിനീയറിംഗ് എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് കീം എക്സാമിനേഷൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ് BPharmന് ക്വാളിഫൈ ആവേണ്ടത്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കീം എക്സാമിനേഷൻ്റെ പേപ്പർ 1, പേപ്പർ 2 അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ് എന്നിവയും അതുപോലെ തന്നെ നിങ്ങളുടെ +2വിൻ്റെ മാർക്കും പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ 5 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ ഏപ്രിൽ 24-ാം തീയതിക്കകം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 5 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് റിസർവേഷനൊക്കെ നിങ്ങൾ ആദ്യമേ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഏപ്രിൽ 24-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 5 സ്റ്റെപ്പുകൾ, അതായത് രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യൽ, അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യൽ, അതുപോലെ തന്നെ പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള 5 സ്റ്റെപ്പുകളും നിങ്ങൾ ചെയ്യുക. റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് 24-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളോടും ആ ഒരു രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.